ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ ഡീപ്പ് ലേണിംഗ് മൊഡ്യൂൾ 5 ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ആണ് ഓട്ടോ എൻകോഡേഴ്സ്, വേരിയേഷണൽ ഓട്ടോ എൻകോഡേഴ്സ്, ജനറേറ്റീവ് അഡ്വേഴ്സറിയൽ നെറ്റ്വർക്ക്, ഡിസ്ക്രിമിനേറ്റീവ് ആൻഡ് ജനറേറ്റീവ് മോഡൽസ്, GAN ഡിസ്ക്രിമിനേറ്റർ, GAN ജനറേറ്റർ, അപ്സാംപ്ലിംഗ്, GAN ട്രെയിനിങ്, GAN ചാലഞ്ചർ, മിനിമാക്സ് ലോസ്, വാസർസ്റ്റൈൻ ലോസ്. ഓട്ടോ എൻകോഡർ എന്ന് പറയുന്നത് ഒരു അൺസൂപ്പർവൈസ്ഡ് ന്യൂറൽ നെറ്റ്വർക്ക് ആണ്. ആൻഡ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻപുട്ട് ഡേറ്റേൻ്റെ കംപ്രസ്ഡ് റെപ്രസെൻറ്റേഷൻ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓട്ടോ എൻകോഡേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക് ആണ്. ഇതിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം ആയിരിക്കും. ഇൻപുട്ട് സെയിം ആസ് ഔട്ട്പുട്ട്. ഇതിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കും. ആ ഇൻപുട്ടിനെ ലോവർ ഡയമെൻഷണൽ കോഡാക്കി നമ്മൾ കംപ്രസ് ചെയ്യും. എന്നിട്ട് ആ കംപ്രസ് ചെയ്ത ആ ഒരു കോഡിൽ നിന്ന് നമ്മൾ എഗൈൻ ഡീകോഡർ വെച്ചിട്ട് ഡീകോഡ് ചെയ്ത് എടുക്കും. ഇമേജിനെ റീകൺസ്ട്രക്ട് ചെയ്യും. അതാണ് ഓട്ടോ എൻകോഡേഴ്സിൽ നടക്കുന്നത്. ആൻഡ് ഈ ഓട്ടോ എൻകോഡറിൽ മെയിൻ ആയിട്ട് 3 കോമ്പോണൻസ് ആണുള്ളത്. ഫസ്റ്റ് കോമ്പോണൻറ്റ് എൻകോഡർ. എൻകോഡർ വെച്ചിട്ടാണ് നമ്മൾ ഇൻപുട്ടിനെ കംപ്രസ് ചെയ്യുന്നത്. സെക്കൻഡ് കോമ്പോണൻറ്റ് ലാറ്റൻറ്റ് സ്പേസ് അല്ലെങ്കിൽ ബോട്ടിൽ നെക്ക്. നമ്മളുടെ കംപ്രസ്ഡ് റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ ലാറ്റൻറ്റ് സ്പേസ് അല്ലെങ്കിൽ ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത്. ഇനി തേർഡ് വൺ ഡീകോഡർ ആണ്. ഡീകോഡറിൽ നിന്നാണ് നമ്മൾ വീണ്ടും ആ ഒരു ഇമേജിനെ നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്ത് എടുക്കുന്നത്. ഒറിജിനൽ ഫോമിലോട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതൊരു ഇൻപുട്ടാണ്. ഇൻപുട്ടിൽ ഹാൻഡ് റിട്ടൺ ഡിജിറ്റ് 4 ആണ് ഉള്ളത്. അതിനെ നമ്മൾ എൻകോഡറിൽ കൊടുക്കുന്നു. എൻകോഡറിൽ കൊടുക്കുമ്പോൾ നമ്മൾ അതിനെ എൻകോഡ് ചെയ്യുന്നു, കംപ്രസ് ചെയ്യുന്നു. ഇതിൽ നിന്ന് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് മാത്രം എടുത്ത് നമ്മൾ അതിനെ കംപ്രസ് ചെയ്യുന്നു. കംപ്രസ് ചെയ്ത് ഇങ്ങനെ ഒരു കോഡാക്കി ഇതിനെ നമ്മൾ ലാറ്റൻറ്റ് സ്പേസ് അല്ലെങ്കിൽ ബോട്ടിൽ നെക്ക് എന്നും പറയാം. എന്നിട്ട് അതിനെ ഡീകോഡറിൽ കൊടുക്കുന്നു. ഡീകോഡറിൽ കൊടുത്തിട്ട് നമ്മൾ ഇതിൽ നിന്ന് കിട്ടിയ ഫീച്ചേഴ്സ് വെച്ചിട്ട് ഒറിജിനൽ ഇമേജിനെ റീകൺസ്ട്രക്ട് ചെയ്ത് എടുക്കുന്നു. റീകൺസ്ട്രക്ട് ചെയ്ത് എടുത്തപ്പോൾ നമുക്കിവിടെ ഈ 4 ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ ഒറിജിനൽ ഇൻപുട്ട് ഇമേജ് കുറച്ചുകൂടെ ക്ലിയർ ആയിരുന്നു. നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത് കുറച്ച് ബ്ലർഡ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് മാത്രം എക്സ്ട്രാക്ട് ചെയ്ത് അതിനെ ലാറ്റൻറ്റ് സ്പേസിൽ വെക്കും. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എക്സാക്ട്ലി സെയിം ഇമേജ് കിട്ടില്ല, ബട്ട് ഓൾമോസ്റ്റ് അതുപോലെ തന്നെയുള്ള ഒരു ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഈ ഓട്ടോ എൻകോഡേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി ആണ് ഡേറ്റ സ്പെസിഫിക്. ഡേറ്റ സ്പെസിഫിക് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഡേറ്റ കൊടുത്താണോ അതിനെ ട്രെയിൻ ചെയ്തേക്കുന്നത് ആ ഒരു ടൈപ്പ് ഓഫ് ഡേറ്റ മാത്രമാണ് അതിനെ കംപ്രസ് ചെയ്ത് റീകൺസ്ട്രക്ട് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഹാൻഡ് റിട്ടൺ ഡിജിറ്റ്സ് 1, 2, 3 അതിനെ മാത്രമാണ് കൊടുത്ത് ട്രെയിൻ ചെയ്തേക്കുന്നതെങ്കിൽ എനിക്ക് അതിനെ മാത്രമേ കംപ്രസ് ചെയ്ത് റീകൺസ്ട്രക്ട് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു ഇതിനെ ഞാൻ ഹാൻഡ് റിട്ടൺ ഡിജിറ്റ്സ് കൊണ്ട് ട്രെയിൻ ചെയ്തിട്ട് അവിടെ എനിക്ക് ലാൻഡ്സ്കേപ്പ് ഫോട്ടോസിനെ ഇങ്ങനെ കംപ്രസ് ആൻഡ് ഡീകംപ്രസ് ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഡേറ്റ സ്പെസിഫിക്. ഇനിയുള്ളത് ലോസി ആണ്. ഔട്ട്പുട്ട് എക്സാക്ട്ലി സെയിം ആയിരിക്കത്തില്ല, ബട്ട് ക്ലോസ് ടു ദി ഇൻപുട്ട് ആയിരിക്കും. ഇനി ഇതൊരു അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. ഇതിൽ നമുക്ക് ലേബിൾഡ് ഡേറ്റ കൊടുക്കണ്ട. ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം ആയിരിക്കും. ആ നെറ്റ്വർക്ക് പാറ്റേൺസ് ഡയറക്റ്റ്ലി ഡേറ്റയിൽ നിന്ന് ലേൺ ചെയ്തെടുക്കും. ഇനിയുള്ളത് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ആണ്. എൻകോഡർ ഹൈ ഡയമെൻഷണൽ ഡേറ്റാസിനെ റെഡ്യൂസ് ചെയ്ത് അതിൽ നിന്ന് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് മാത്രം എടുത്ത് അതിനെ ലോ ഡയമെൻഷണൽ ലാറ്റൻറ്റ് വെക്ടറിലോട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറേ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രം സെലക്ട് ചെയ്തിട്ട് അതിനെയായിരിക്കും നമ്മൾ ലാറ്റൻറ്റ് സ്പേസിൽ വെക്കുന്നത്. ദെൻ അതിൽ നിന്നായിരിക്കും നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്ത് എടുക്കുന്നത്. ഇനി ഇത് സിമിലർ ടു PC ആണ്, ബട്ട് ഇതിൽ നോൺ ലീനിയർ റിലേഷൻഷിപ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ആൻഡ് ലാറ്റൻറ്റ് സ്പേസിൽ ഓൾമോസ്റ്റ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും വിത്ത് മിനിമൽ റിഡൻഡൻസി. ഇനി തേർഡ് പ്രോപ്പർട്ടിയാണ് റീകൺസ്ട്രക്ഷൻ ക്യാപ്പബിലിറ്റി. ഡീകോഡർ ഒറിജിനൽ ഇൻപുട്ട് പോലെയുള്ള ഒരു ഇമേജ് തന്നെ റീബിൽഡ് ചെയ്ത് എടുക്കാൻ ട്രൈ ചെയ്യും ഫ്രം ദ ലാറ്റൻറ്റ് റെപ്രസെൻറ്റേഷൻ. ആൻഡ് ക്വാളിറ്റി ഓഫ് റീകൺസ്ട്രക്ഷൻ, നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്ത ഇമേജിൻ്റെ ക്വാളിറ്റിയാണ് ആ ഒരു എൻകോഡർ എത്രത്തോളം ഡേറ്റ സ്ട്രക്ചറിനെ ലേൺ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത്. പിന്നെ ബോട്ടിൽ നെക്ക് കൺസ്ട്രെയിൻ്റ് ആണ്. ലാറ്റൻറ്റ് സ്പേസിൽ കുറച്ച് ന്യൂറോൺസേ നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ നമ്മളുടെ ഡേറ്റ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് മാത്രം വെച്ചിട്ട് ലേൺ ചെയ്യും. അപ്പോൾ നമുക്ക് ഇൻപുട്ട് ഡേറ്റനെ മെമ്മറൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് വെച്ചിട്ട് ലേൺ ചെയ്തേ പറ്റത്തുള്ളൂ. ഇനിയുള്ളത് നോൺ ലീനിയാരിറ്റി ആണ്. ഈ ഓട്ടോ എൻകോഡേഴ്സിൽ നമ്മൾ നോൺ ലീനിയർ ആക്ടിവേഷൻ ഫങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ലൈക്ക് റെലു, സിഗ്മോയിഡ് ആൻഡ് ടാനേജ്. ആൻഡ് ഇത് നമുക്ക് കോംപ്ലെക്സ് നോൺ ലീനിയർ പാറ്റേൺസ് ഒക്കെ നെറ്റ്വർക്കിൽ ഇനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി സിമ്മട്രി ഇൻ ആർക്കിടെക്ചർ ആണ്. ഇതിൻ്റെ ആർക്കിടെക്ചർ നോക്കുമ്പോൾ അറിയാം. ആദ്യം ഇവിടെ ഒരു ഇൻപുട്ട് നമ്മൾ കൊടുക്കും. അതിനെ എൻകോഡർ വെച്ചിട്ട് എൻകോഡ് ചെയ്യും. ദെൻ അതിനെ ലാറ്റൻറ്റ് സ്പേസിലോട്ട് കൊടുക്കും. എന്നിട്ട് ഈ ലാറ്റൻറ്റ് സ്പേസിൽ നിന്ന് എഗെയിൻ നമ്മൾ ഡീകോഡർ യൂസ് ചെയ്തിട്ട് എഗെയിൻ ഒരു ഇമേജ് തന്നെ റീബിൽഡ് ചെയ്തെടുക്കും. അപ്പോൾ ഇതിൻ്റെ ഈ പാർട്ടും സിമ്മട്രിക് ആയിരിക്കും. രണ്ട് ഡീകോഡിംഗ് സൈഡും എൻകോഡിംഗ് സൈഡും സിമ്മട്രിക് ആയിരിക്കും.
ലോസ് ഫംഗ്ഷൻ ബേസ്ഡ് ലേണിംഗ് ആണ് ഇത്. ട്രെയിനിങ് നമ്മൾ റീകൺസ്ട്രക്ഷൻ ലോസ് ഒക്കെ യൂസ് ചെയ്യും ഇതിൽ. മീൻ സ്ക്വയർഡ് എറർ, ബൈനറി ക്രോസ് എൻട്രോപ്പി ഇതെല്ലാം യൂസ് ചെയ്യും. ആൻഡ് ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ഉള്ള ഡിഫറൻസ് മിനിമൈസ് ചെയ്യാൻ നോക്കും. ഇതാണ് അതിൻ്റെ ഒരു ആർക്കിടെക്ചർ. ഇത് സിമ്മട്രിക് ആണ്. ഇൻപുട്ടാണ്. ഇൻപുട്ട് നമ്മൾ ഇൻപുട്ടിനകത്ത് കൊടുക്കുന്നു. അത് എൻകോഡറിൽ പോയിട്ട് നമുക്ക് ഒരു ലാറ്റൻറ്റ് സ്പേസ് അല്ലെങ്കിൽ കോഡ് കിട്ടുന്നു. അതാണിത്. എന്നിട്ട് അതിനെ നമ്മൾ വീണ്ടും ഡീകോഡറിൽ കൊടുക്കുന്നു. അതിൽ നിന്ന് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് എഗെയിൻ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നു. ഈ സൈഡിലുള്ള പാർട്ട് എൻകോഡറും ഈ സൈഡിലുള്ള പാർട്ട് ഡീകോഡറും ആണ്. ഇനി ഈ ഓട്ടോ എൻകോഡറിൻ്റെ ആപ്ലിക്കേഷൻ നോക്കാം. ഈ ഓട്ടോ എൻകോഡർ നമ്മൾ മെഷീൻ ലേണിംഗ് ടാസ്കിലൊക്കെ ഫീച്ചർ എക്സ്ട്രാക്ഷൻ, പിന്നെ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ, അനോമലി ഡിറ്റക്ഷൻ ഇതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. ഇത് ഹൈ ഡയമെൻഷണൽ ഡേറ്റാനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കോമ്പാക്ട് ലാറ്റൻറ്റ് സ്പേസിലോട്ട് കൊണ്ടുവരും. ദെൻ PCA കമ്പയർ ചെയ്യുമ്പോൾ ഇത് മോർ പവർഫുൾ ആണ്. ആൻഡ് ഇതിൽ നമുക്ക് നോൺ ലീനിയർ റിലേഷൻഷിപ്സ് ഒക്കെ കൊണ്ടുവരാൻ പറ്റും. ഇത് നമ്മൾ വിഷ്വലൈസേഷനും 2D or 3D എംബഡിങ്ങിനും പ്രീ പ്രോസസ്സിങ്, ക്ലാസിഫിക്കേഷൻ്റെ പ്രീ പ്രോസസ്സിങ് ആണ് യൂസ് ചെയ്യുന്നത്. ഡീനോയ്സിങ് ഉണ്ട്, നോയ്സ് റിമൂവൽ ഉണ്ട്. ഡീനോയ്സിങ് മീൻസ് നമ്മളുടെ ഇൻപുട്ടിലുള്ള നോയ്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് നോയ്സ് ഇല്ലാതെ ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ദെൻ അനോമലി ഡിറ്റക്ഷൻ ഉണ്ട്, ഡേറ്റ കംപ്രഷൻ, ദെൻ ഇമേജ് റീകൺസ്ട്രക്ഷൻ. ഇതൊക്കെയാണ് ഓട്ടോ എൻകോഡറിൻ്റെ ആപ്ലിക്കേഷൻസ്. ഇനിയുള്ളതാണ് വേരിയേഷണൽ ഓട്ടോ എൻകോഡേഴ്സ്. വേരിയേഷണൽ ഓട്ടോ എൻകോഡേഴ്സ് എന്ന് പറയുന്നത് ഓട്ടോ എൻകോഡേഴ്സിൻ്റെ ഒരു ഇംപ്രൂവ്ഡ് വേർഷനാണ്. ഇത് ഒരു പ്രൊബബിലിസ്റ്റിക് ജനറേറ്റീവ് മോഡലാണ്. ആൻഡ് ഇതിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടായിരിക്കും ലേണിംഗ് ഒക്കെ ചെയ്യുന്നത്. ഓട്ടോ എൻകോഡറിൽ ലാറ്റൻറ്റ് സ്പേസ് ആയിരുന്നു, ബട്ട് ഇതിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ഈ വേരിയേഷണൽ ഓട്ടോ എൻകോഡേഴ്സ് ഒക്കെ നമ്മൾ മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്നത് പുതിയ സാമ്പിൾസ് ജനറേറ്റ് ചെയ്യാനും ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ, അനോമലി ഡിറ്റക്ഷൻ ഇതിനൊക്കെയാണ് നമ്മൾ ഈ വേരിയേഷണൽ ഓട്ടോ എൻകോഡറും യൂസ് ചെയ്യുന്നത്. ട്രഡീഷണൽ ഓട്ടോ എൻകോഡറിൽ നമ്മൾ ഒരു ഇൻപുട്ടിനെ ലാറ്റൻറ്റ് സ്പേസ് വെക്ടർ അല്ലെങ്കിൽ അതിൻ്റെ കോഡിൻ്റെ കൂടെ മാപ്പ് ചെയ്യും. ബട്ട് ഇതിൽ നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഇൻപുട്ടിൽ നിന്ന് എനിക്ക് 2 വെക്ടർ ആയിരിക്കും കിട്ടുന്നത്. ഒരു മീൻ വെക്ടറും ഒരു വേരിയൻസ് വെക്ടറും കിട്ടും. ഇനി ഈ 2 വെക്ടറും ആയിരിക്കും നമ്മൾ കോഡ് അല്ലെങ്കിൽ ബോട്ടിൽ നെക്കിലോട്ട് എടുക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ ഡീകോഡറിലോട്ട് പോയിട്ട് ഡീകോഡറിൽ നിന്ന് നമുക്ക് ഇമേജ് റീകൺസ്ട്രക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഇതിൽ നമ്മൾ ബോട്ടിൽ നെക്ക് ഇതിനെ ലാറ്റൻറ്റ് സാമ്പിൾ എന്നാണ് പറയുന്നത്, Z എന്നാണ് പറയുന്നത്. ഓട്ടോ എൻകോഡറിലാണ് നമ്മൾ ലാറ്റൻറ്റ് സ്പേസ് എന്ന് പറയുന്നത്. ഫ്രം ദിസ് ഡിസ്ട്രിബ്യൂഷൻ ഇതിൽ നിന്ന് നമുക്ക് മീനും വേരിയൻസും കിട്ടും. ഈ മീൻ ആൻഡ് വേരിയൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ലാറ്റൻറ്റ് സാമ്പിൾ ഒരെണ്ണം എടുക്കുന്നത്. ഇനി ഇതിൻ്റെ ആർക്കിടെക്ചർ നോക്കാം. വേരിയേഷണൽ ഓട്ടോ എൻകോഡറിൻ്റെ ഇതിലുള്ള 3 കീ പാർട്സ് ആണ്. ഫസ്റ്റ് വൺ എൻകോഡർ നെറ്റ്വർക്ക്, സെക്കൻഡ് വൺ ലാറ്റൻറ്റ് സ്പേസ് സാമ്പിളിംഗ്, ആൻഡ് തേർഡ് വൺ ഡീകോഡർ നെറ്റ്വർക്ക്. എൻകോഡർ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അതൊരു ഇൻഫറൻസ് മോഡലാണ്. ലാറ്റൻറ്റ് സ്പേസ് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ റീപാരാമീറ്ററൈസേഷൻ ട്രിക്കും, ഡീകോഡർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ജനറേറ്റീവ് മോഡലാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആർക്കിടെക്ചർ. വേരിയേഷണൽ ഓട്ടോ എൻകോഡറിൻ്റെ ഒരു ആർക്കിടെക്ചർ ഇതാണ്. ആദ്യം ഒരു ഇൻപുട്ട് ഉണ്ട്. ഇതാണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്. അത് നേരെ പോയിട്ട് പ്രൊബബിലിസ്റ്റിക് എൻകോഡറിലാണ് പോകുന്നത്. അവിടെ നമ്മൾ 2 വെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് മീൻ വെക്ടറും ഒന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെക്ടറും. എന്നിട്ട് അത് രണ്ടും ആയിരിക്കും നമ്മളുടെ ഇത് 2 വെച്ചിട്ടായിരിക്കും നമ്മൾ Z സെലക്ട് ചെയ്യുന്നത്, സാമ്പിൾ ലാറ്റൻറ്റ് വെക്ടർ സെലക്ട് ചെയ്യുന്നത്. ആൻഡ് അതിൽ നിന്ന് നേരെ പോകുന്നത് പ്രൊബബിലിസ്റ്റിക് ഡീകോഡർ ആണ്. ആൻഡ് ആ ഡീകോഡറിൽ നിന്ന് നമ്മൾ ഇമേജ് റീകൺസ്ട്രക്ട് ചെയ്ത് എടുക്കും. അപ്പോൾ ഇതാണ് വേരിയേഷണൽ ഓട്ടോ എൻകോഡേഴ്സിൽ നടക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ വർക്കിംഗ്. ആദ്യം എൻകോഡ് ചെയ്യും. എൻകോഡർ ഇൻപുട്ടിനെ പ്രോസസ്സ് ചെയ്തിട്ട് 2 വെക്ടറായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കൊടുക്കും. ഒന്ന് മീൻ വെക്ടറും രണ്ടാമത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെക്ടറും. ആൻഡ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് കോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓരോ ഇൻപുട്ടിൻ്റെയും കോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദെൻ റീപാരാമീറ്ററൈസേഷൻ ട്രിക്ക്. ഇതിന്ന് നമ്മൾ സാമ്പിളിംഗ് ചെയ്തെടുക്കും. സാമ്പിളിംഗ് ഡയറക്ട്ലി ഫ്രം ഡിസ്ട്രിബ്യൂഷൻ ബ്രേക്സ് ബാക്ക് പ്രൊപ്പഗേഷൻ. ഇതിൽ നമ്മൾ സാമ്പിളിംഗ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷൻ ആണ്. Z is equal to mu plus sigma into E. E എന്ന് പറയുന്നത് ഒരു എറർ ടേം ആണ്. ഇനി നമ്മൾ ഡീകോഡ് ചെയ്തെടുക്കും. Z സെലക്ട് ചെയ്താൽ ആ Z വെച്ചിട്ട് നമ്മൾ ഡീകോഡ് ചെയ്ത് ഇൻപുട്ടിനെ റീകൺസ്ട്രക്ട് ചെയ്യും. ആൻഡ് ഇതിൽ ഈ ഡീകോഡർ ജനറേറ്റീവ് മോഡൽ പോലെയാണ് ആക്ട് ചെയ്യുന്നത്, പ്രൊഡ്യൂസിങ് ഡേറ്റ കൺസിസ്റ്റൻറ്റ് വിത്ത് ദി ലേൺഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി ഈ വേരിയേഷണൽ എൻകോഡറിൻ്റെ ലോസ് ആണ്. ഇതിൻ്റെ ലോസ് നമ്മൾ 2 പാർട്ടായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടോട്ടൽ ലോസ് ഇസ് ഈക്വൽ ടു റീകൺസ്ട്രക്ഷൻ ലോസ് പ്ലസ് KL ഡൈവേർജൻസ് ലോസ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ലോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റീകൺസ്ട്രക്ഷൻ ലോസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ
ഇൻപുട്ടും നമുക്ക് കിട്ടിയിട്ടുള്ള ഔട്ട്പുട്ടും എത്രത്തോളം ക്ലോസ് ആണ് ഓർ അതിന് തമ്മിലുള്ള ഡിഫറൻസ് ഓർ എറർ എന്താണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഈ റീകൺസ്ട്രക്ഷൻ ലോസ്. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് MSE മീൻ സ്ക്വയർഡ് എറർ അല്ലെങ്കിൽ ബൈനറി ക്രോസ് എൻട്രോപ്പി യൂസ് ചെയ്യും. ആൻഡ് KL ഡൈവേർജൻസ് ലോസ് ഉണ്ട്. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ വേരിയേഷൻ ഓട്ടോ എൻകോഡറിൽ ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷനല്ലേ ചെയ്യുന്നത്. ഓരോ ഇൻപുട്ടിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷനും നമ്മൾ എടുത്തേക്കുന്ന ഡിസ്ട്രിബ്യൂഷനോ ഉള്ള ഡിഫറൻസ് അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഈ KL ഡൈവേർജൻസ് ലോസ്. അത് എങ്ങനെയാണ് അത് ക്ലോസർ ആണോ അല്ലെങ്കിൽ അത് ഡീവിയേറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ KL ഡൈവേർജൻസ് ലോസ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളുടെ ടോട്ടൽ VAA ലോസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അഡീഷൻ ഓഫ് ദിസ് റീകൺസ്ട്രക്ഷൻ ലോസ് പ്ലസ് KL ഡൈവേർജൻസ് ലോസ്. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊബബിലിസ്റ്റിക് ലേണിംഗ് ആണ്. ഇത് പ്രൊബബിലിസ്റ്റിക് ലാറ്റൻറ്റ് സ്പേസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓരോ ഡേറ്റയും നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഒരു സിംഗിൾ പോയിന്റ് ആയിട്ടല്ല. പിന്നെ ഇത് സ്മൂത്ത് കണ്ടിന്യൂസ് ലാറ്റൻറ്റ് സ്പേസ് ആയിരിക്കും. സിമിലർ പോയിന്റ്സ് എല്ലാം ക്ലോസർ ആയിരിക്കും. അപ്പോൾ ഇതിൽ ഇൻ്റർപൊലേഷൻ നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും. ജനറേറ്റീവ് എബിലിറ്റി ആണ്. റാൻഡംലി നമ്മൾ സാമ്പിൾ ചെയ്ത് റിസൾട്ട് എടുക്കുന്നു, അതിനെ ഡീകോഡർ വെച്ചിട്ട് ന്യൂ ഡേറ്റ ജനറേറ്റ് ചെയ്യുന്നു. ദെൻ റെഗുലറൈസ്ഡ് ട്രെയിനിങ്. KL ഡൈവേർജൻസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഓവർ ഫിറ്റിംഗ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ദെൻ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പുതിയ സാമ്പിൾസ്, റിയാലിസ്റ്റിക് ആയിട്ടുള്ള സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റേബിൾ ട്രെയിനിങ് ആണ്. പിന്നെ ലാറ്റൻറ്റ് സ്പേസ് മീനിങ് ഫുൾ ആയിരിക്കും ആൻഡ് കണ്ടിന്യൂസ് ആയിരിക്കും. ഇത് ഇൻ്റർപൊലേഷൻ ആൻഡ് ഡേറ്റ ഓഗ്മെൻറ്റേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് ഇമേജ് ജനറേഷൻ, അനോമലി ഡിറ്റക്ഷൻ, ഡേറ്റ ഓഗ്മെൻറ്റേഷൻ, മെഡിക്കൽ ഇമേജിംഗ്, ടെക്സ്റ്റ് ആൻഡ് സ്പീച്ച് ജനറേഷൻ എക്സെട്ര. ഓക്കെ, ഇനി ഇതിൻ്റെ അടുത്ത പാർട്ടിലുള്ളതാണ് ജനറേറ്റീവ് അഡ്വേഴ്സറിയൽ നെറ്റ്വർക്ക്സ്, GAN നെറ്റ്വർക്ക്. സോ GAN എന്ന് പറയുന്നത് ഒരു ഡീപ്പ് ലേണിംഗ് ഫ്രെയിംവർക്ക് ആണ്. ആൻഡ് ഇതിൽ നമുക്ക് ഈ ഒരു നെറ്റ്വർക്ക് എടുക്കുകയാണെങ്കിൽ, ഒരു GAN എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് രണ്ട് ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ് ഉള്ളത്. ഒരെണ്ണം ഒരു ജനറേറ്റർ നെറ്റ്വർക്കും വേറൊരെണ്ണം ഡിസ്ക്രിമിനേറ്റർ നെറ്റ്വർക്കും. ദാറ്റ് കോമ്പീറ്റ് ഇൻ എ ഗെയിം ലൈക്ക് സെറ്റിംഗ്. ഈ ജനറേറ്ററും ഡിസ്ക്രിമിനേറ്ററും കോമ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ജനറേറ്റർ എന്ന് പറയുമ്പോൾ പുതിയ ഇമേജസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു വെക്ടറിൽ നിന്ന് റാൻഡം നോയ്സ് സെലക്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് പുതിയ ഡേറ്റാസ് ജനറേറ്റ് ചെയ്യും. ആൻഡ് ആ ജനറേറ്റ് ചെയ്ത ഡേറ്റ ഡിസ്ക്രിമിനേറ്ററിന് കൊടുക്കും. ഡിസ്ക്രിമിനേറ്റർ അത് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിനൊക്കെ സ്റ്റെപ്സ് ഉണ്ട്, എങ്ങനെയാണ് ഇതൊക്കെ കൊടുക്കുന്നതെന്ന് അത് കമ്മിങ് ഇതിൽ പറയാം. ഓക്കെ, ഇനി ഇതിൻ്റെ ആർക്കിടെക്ചർ നോക്കാം. GAN നെറ്റ്വർക്കിൻ്റെ ആർക്കിടെക്ചറിൽ രണ്ട് മെയിൻ കോമ്പോണൻസ് ആണ് ഉള്ളത്. ഒന്ന് ജനറേറ്ററും ഒന്ന് ഡിസ്ക്രിമിനേറ്ററും. ജനറേറ്റർ റാൻഡം നോയ്സിനെ ഇൻപുട്ടായിട്ട് എടുക്കും. എന്നിട്ട് അതിൽ നിന്ന് ഒരു ഫേക്ക് ഡേറ്റ ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ഇത് ഡിസ്ക്രിമിനേറ്ററിനെ ഫൂൾ ചെയ്യാൻ നോക്കും. ഇത് റിയാലിസ്റ്റിക് ഇമേജസ് ലൈക്ക് ഓഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് ഡിസ്ക്രിമിനേറ്ററിന് കൊടുക്കും. ഡിസ്ക്രിമിനേറ്ററിന് രണ്ട് ഇൻപുട്ടാണ് കിട്ടുന്നത്. ഒന്ന് റിയൽ ഡേറ്റ, പിന്നെ ഒരെണ്ണം ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്ത ഫേക്ക് ഡേറ്റ. ഇത് രണ്ടിനെയും ക്ലാസിഫൈ ചെയ്തിട്ട് ജനറേറ്റർ ക്രിയേറ്റ് ചെയ്തത് ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യണം. ലേൺസ് ടു ഡിറ്റക്ട് ഫേക്ക് സാമ്പിൾസിനെ ഡിറ്റക്ട് ചെയ്യാൻ അറിയണം. ഈ രണ്ട് നെറ്റ്വർക്ക്സും സൈമൾട്ടേനിയസ്ലി ട്രെയിൻ ആയി കോമ്പറ്റീറ്റീവ്ലി ആണ് വർക്ക് ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ്, ആദ്യം ജനറേറ്റർ ഫേക്ക് ഡേറ്റ ക്രിയേറ്റ് ചെയ്യും. ഒരു വെക്ടർ കാണും, അതിൽ നിന്ന് റാൻഡം ആയിട്ടുള്ള നോയ്സ് എടുക്കും. റാൻഡം നോയ്സ് വെച്ചിട്ട് ജനറേറ്റർ ഇമേജസ് ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ ഔട്ട്പുട്ടിന് ഡിസ്ക്രിമിനേറ്ററിന് കൊടുക്കും. ഈ ഡിസ്ക്രിമിനേറ്റർ ഓൾറെഡി റിയൽ ഡേറ്റാസ് വെച്ച് ട്രെയിനായി കാണും. ഓക്കെ, അപ്പോൾ റിയൽ ഡേറ്റ വെച്ച് ഡിസ്ക്രിമിനേറ്റർ ട്രെയിനായി കാണും. ആൻഡ് ഇപ്പോൾ ഇതിനെ ഇൻപുട്ടായിട്ട് കിട്ടുന്നത് ജനറേറ്ററിലുള്ള ഔട്ട്പുട്ടാണ്. അപ്പോൾ റിയൽ ഡേറ്റ വെച്ച് ട്രെയിനായി കാണും. ഇപ്പോൾ നമ്മൾ ഫേക്ക് ഡേറ്റ കൊടുക്കുമ്പോൾ അത് ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് ഈ ഡിസ്ക്രിമിനേറ്റർ ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ ജനറേറ്റർ ഫേക്ക് ഡേറ്റാസ് ക്രിയേറ്റ് ചെയ്യും. ഡിസ്ക്രിമിനേറ്റർ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യും, ഇത് ഡേറ്റ ഫേക്ക് ആണോ റിയൽ ആണോ എന്ന്. ജനറേറ്റർ ഇതിൻ്റെ ഡിസ്ക്രിമിനേറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ കണ്ടിട്ട് ഇത് അതിൻ്റെ വർക്കിംഗ് ട്രെയിനിങ് ഒക്കെ ഇംപ്രൂവ് ചെയ്യും. സോ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഡേറ്റ മോർ റിയാലിസ്റ്റിക് ആവും. ഡിസ്ക്രിമിനേറ്റർ അതും ബെറ്റർ ഫേക്ക് ഒക്കെ ഡിറ്റക്ട് ചെയ്ത് അതും കൂടുതൽ ലേൺ ചെയ്യും. ഈ ട്രെയിനിങ് ഇങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കും അൺടിൽ ഡിസ്ക്രിമിനേറ്ററിന് ഒരു പോയിന്റ് ഓഫ് ടൈം വരുമ്പോൾ റിയൽ ഏതാ ഫേക്ക് ഏതാ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ടൈം വരുന്നത് വരെ ഈ ഒരു ലേണിംഗ് ഇങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കും.
ജനറേറ്റർ ജനറേറ്റ് ചെയ്യും, എന്നിട്ട് അതിനെ ഡിസ്ക്രിമിനേറ്ററിന് കൊടുക്കും. ഡിസ്ക്രിമിനേറ്റർ ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് കണ്ടുപിടിക്കും. ഒരു ഫേക്ക് ഡേറ്റനെ അത് ഫേക്ക് എന്ന് കണ്ടുപിടിച്ചാൽ ഇറ്റ് മീൻസ് ജനറേറ്റർ പുവർ പെർഫോമൻസ് ആണ്, അത് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യണം. അപ്പോൾ എഗെയിൻ ഈ ജനറേറ്റർ ഇംപ്രൂവ് ചെയ്തിട്ട് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യും, അത് വീണ്ടും ഡിസ്ക്രിമിനേറ്ററിന് കൊടുക്കും. സപ്പോസ് ഇപ്പോൾ ഡിസ്ക്രിമിനേറ്റർ ഒരു ഫേക്ക് ഡേറ്റനെ റിയൽ ഡേറ്റ ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നതെങ്കിൽ അവിടെ ജനറേറ്റർ ആണ് വിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മാറി മാറി അത് രണ്ടും ലേൺ ചെയ്തുകൊണ്ടിരിക്കും അൺടിൽ ഒരു പോയിന്റ് ഓഫ് ടൈം വരുമ്പോൾ ഡിസ്ക്രിമിനേറ്ററിന് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പറ്റൂല റിയൽ ഏതാ ഫേക്ക് ഏതാണ്. പിന്നെ ഇതിൻ്റെ പേരാണ് മിനിമാക്സ് ഗെയിം. ഇനി ഗാനിനും ഈ മോഡൽസിനുള്ള റിലേഷൻഷിപ്സ് നോക്കാം. ജനറേറ്റർ എന്ന് പറയുമ്പോൾ ഒരു ജനറേറ്റീവ് മോഡലാണ്, ഇതിൽ നമുക്ക് ന്യൂ സാമ്പിൾസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഡിസ്ക്രിമിനേറ്റർ എന്ന് പറയുമ്പോൾ ഒരു ഡിസ്ക്രിമിനേറ്റീവ് മോഡലാണ്, ഇത് വെച്ചിട്ട് ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റും. സോ ഗാൻ ട്രെയിനിങ് എന്ന് പറയുന്നത് ഈ രണ്ട് മോഡൽസ് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ആണ്, കമ്പൈനിങ് ദെയർ സ്ട്രെങ്ത്സ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ. ഗാൻ നെറ്റ്വർക്കിൻ്റെ ആർക്കിടെക്ചർ ഇതാണ്. ഇത് ജനറേറ്റർ ഒരു റാൻഡം ഇൻപുട്ട് എടുക്കും. റാൻഡം ഇൻപുട്ടിൽ നിന്ന് അതൊരു ഫേക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഈ ഫേക്ക് ഇമേജിനെ നമ്മൾ ഡിസ്ക്രിമിനേറ്ററിന് കൊടുക്കും. ആ ഡിസ്ക്രിമിനേറ്ററിന് റിയൽ ഇമേജും കിട്ടും. അപ്പോൾ ഇതിനെ ഡിസ്ക്രിമിനേറ്റർ ക്ലാസിഫൈ ചെയ്യും, ഇത് കൊടുത്തേക്കുന്നത് ഫേക്ക് ഇമേജ് ആണോ അല്ലെങ്കിൽ റിയൽ ഇമേജ് ആണോ എന്ന് ക്ലാസിഫൈ ചെയ്യും. ഇതാണ് ഇതിൽ നടക്കുന്നത്. എന്നിട്ട് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഡിസിഷൻ രണ്ടും തന്നെ അപ്ഡേറ്റ് ചെയ്ത് ലേൺ ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ ചോദിക്കുവാണെങ്കിൽ ഇതൊരു ഡയഗ്രാം, ഇത് ഇങ്ങനെ കോംപ്ലക്സ് ആയിട്ട് വരയ്ക്കണ്ട, ജസ്റ്റ് ഇവിടെ ഒരു പെട്ടി വരച്ചിട്ട് ജനറേറ്റർ റാൻഡം ഇൻപുട്ട് എടുക്കും, അതിൽ നിന്ന് ഫേക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്യും, അതിൻ്റെ ഔട്ട്പുട്ട് ഡിസ്ക്രിമിനേറ്ററിലോട്ട് പോകും. ഡിസ്ക്രിമിനേറ്റർ റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് ഡിസൈഡ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ആ റിസൾട്ടിൽ നിന്ന് നമുക്ക് അപ്ഡേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു സിമ്പിൾ ഡയഗ്രാം വരച്ചിട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇതിൽ രണ്ട് പാർട്ടാണുള്ളത്, ജനറേറ്റർ മോഡലും ഇതും ഡിസ്ക്രിമിനേറ്റർ മോഡലും. ഇനി ജനറേറ്ററിൻ്റെ ലോസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഈ ജനറേറ്റർ എപ്പോഴും ലോസിനെ മിനിമൈസ് ചെയ്യാൻ നോക്കും. ജനറേറ്ററിൻ്റെ ലോസ് ആണ് JD ഈക്വൽ ടു -1/m സിഗ്മ ഈക്വൽ ടു 1 to m log d of g of zi. ഇത് m എന്ന് പറയുന്നത് ബാച്ചിൻ്റെ സൈസ് ആണ്. g of zi എന്ന് പറയുന്നത് ഇത് ക്രിയേറ്റ് ചെയ്ത ഫേക്ക് സാമ്പിൾ, ജനറേറ്റർ ക്രിയേറ്റ് ചെയ്ത ഫേക്ക് സാമ്പിൾ. ഇനി g of zi എന്ന് പറയുന്നത് ഡിസ്ക്രിമിനേറ്റർ ഈ ഫേക്ക് സാമ്പിൾ റിയൽ ആണ് എന്ന് എസ്റ്റിമേറ്റ് ചെയ്തതിൻ്റെ പ്രോബബിലിറ്റി. അപ്പോൾ ഇതാണ് ജനറേറ്ററിൻ്റെ ലോസ് ഫംഗ്ഷൻ. ജനറേറ്റർ എപ്പോഴും ഇതിനെ മിനിമൈസ് ചെയ്യാൻ നോക്കും. ഇനി ഡിസ്ക്രിമിനേറ്റർ മോഡലുണ്ട്. അതിൻ്റെ ഡിസ്ക്രിമിനേറ്ററിൻ്റെ ലോസ് ഫംഗ്ഷനാണ് JD ഈക്വൽ ടു -1/m സിഗ്മ ഈക്വൽ ടു 1 to m log d xi -1/m സിഗ്മ ഈക്വൽ ടു 1 to m log 1 - d of g of zi. ഇത് xi എന്ന് പറയുന്നത് റിയൽ സാമ്പിൾ ആണ്, g of zi എന്ന് പറയുന്നത് ഫേക്ക് സാമ്പിൾ, ജനറേറ്റർ ക്രിയേറ്റ് ചെയ്ത ഫേക്ക് സാമ്പിൾ. d of xi എന്ന് പറയുന്നത് ആ ഡിസ്ക്രിമിനേറ്റേഴ്സ് പ്രോബബിലിറ്റി, xi റിയൽ ആണ് എന്നുള്ളതിൻ്റെ ഡിസ്ക്രിമിനേറ്ററിൻ്റെ പ്രോബബിലിറ്റി ആണ് xi. d of zi എന്ന് പറയുന്നത് ആ ഫേക്ക് സാമ്പിൾ റിയൽ ആണ് എന്ന് ഡിസ്ക്രിമിനേറ്റർ പ്രെഡിക്റ്റ് ചെയ്ത പ്രോബബിലിറ്റി. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫോർമുല ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഡിസ്ക്രിമിനേറ്റർ എപ്പോഴും ഈ ഒരു എററിനെ മാക്സിമൈസ് ചെയ്യാൻ നോക്കും. ജനറേറ്റർ എപ്പോഴും എററിനെ മിനിമൈസ് ചെയ്യാൻ നോക്കും, ഡിസ്ക്രിമിനേറ്റർ എപ്പോഴും മാക്സിമൈസ് ചെയ്യാൻ നോക്കും. സോ ഇതൊരു മിനിമാക്സ് ഗെയിം ആണ്. ഇനിയുള്ളതാണ് മിനിമാക്സ് ലോസ്. മിനിമാക്സ് ലോസ് എന്ന് പറയുമ്പോൾ min g max d of g, d is equal to e of x p data of log d of x plus e of z belongs to pz of z log of 1 minus d of g of z. ഇതിൽ g ജനറേറ്റർ ആണ് ആൻഡ് d ഡിസ്ക്രിമിനേറ്റർ നെറ്റ്വർക്ക് ആണ്. p ഡേറ്റ ഓഫ് x എന്ന് പറയുമ്പോൾ ട്രൂ ഡിസ്ട്രിബ്യൂഷൻ, p z of z എന്ന് പറയുമ്പോൾ റാൻഡം നോയ്സ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റാൻഡം നോയ്സ്. d of x എന്ന് പറയുമ്പോൾ ഡിസ്ക്രിമിനേറ്ററിൻ്റെ എസ്റ്റിമേഷൻ ഓഫ് റിയൽ ഡേറ്റ ആൻഡ് g of z എന്ന് പറയുമ്പോൾ ഡിസ്ക്രിമിനേറ്ററിൻ്റെ എസ്റ്റിമേഷൻ ഓഫ് ജനറേറ്റഡ് ഡേറ്റ. ഇതാണ് നമ്മളുടെ മിൻ മാക്സ് ലോസ് അല്ലെങ്കിൽ മിനിമാക്സ് ലോസ് എന്നും പറയാം. ഇത് ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡയഗ്രാം. ലാറ്റൻറ്റിൽ നിന്ന് റാൻഡം നോയ്സ് എടുത്ത് ജനറേറ്റർ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യും, അതിനെ ഡിസ്ക്രിമിനേറ്ററിന് കൊടുക്കും, അത് ക്ലാസിഫൈ ചെയ്യും. ക്ലാസിഫൈ ചെയ്തിട്ട് കണ്ടീഷൻ ട്രൂ ആണോ, അത് ക്ലാസിഫൈ ചെയ്തത് കറക്റ്റ് ആണോ റോങ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ആവുന്നത്, എങ്ങനെയാണ് ട്രെയിൻ ആവുന്നത് നോക്കാം. ഫസ്റ്റ് ജനറേറ്റർ റാൻഡം നോയ്സ് എടുത്തിട്ട് ഒരു റാൻഡം നമ്പേഴ്സ് എടുക്കും, അത് വെച്ചിട്ട് ഒരു ഫേക്ക് ഡേറ്റ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഡിസ്ക്രിമിനേറ്ററിൻ്റെ ടേൺ ആണ്. ഡിസ്ക്രിമിനേറ്റർ രണ്ട് ടൈപ്പ് ഓഫ് ഡേറ്റയാണ് റിസീവ് ചെയ്യുന്നത്, ഒന്ന് റിയൽ സാമ്പിൾസും ഒന്ന് ഫേക്ക് സാമ്പിൾസും. റിയൽ സാമ്പിൾസ് ആക്ച്വൽ ട്രെയിനിങ് ഡേറ്റ എന്നാണ് റിസീവ് ചെയ്യുന്നത്. ഫേക്ക് സാമ്പിൾസ് എന്ന് പറയുമ്പോൾ ജനറേറ്റർ ക്രിയേറ്റ് ചെയ്തതാണ്. ഇനി ഡിസ്ക്രിമിനേറ്ററിൻ്റെ ജോബ്
ഓരോ ഇൻപുട്ടും റിയൽ ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഇറ്റ് ഔട്ട്പുട്ട്സ്, ഇത് ഒരു പ്രോബബിലിറ്റി ആണ് ഔട്ട്പുട്ട് ചെയ്യുന്നത് ബിറ്റ്വീൻ 0 ആൻഡ് 1. 1 എന്ന് പറയുന്നത് ലൈക്ലി റിയൽ ആണ്, 0 എന്ന് പറയുന്നത് ആ ഒരു ഇമേജ് ഫേക്ക് ആണ്. ഇതാണ് ഇതിൻ്റെ മീനിങ്. 0 to 1 വരെ ഉള്ള ഒരു പ്രോബബിലിറ്റി ആണ് അത് ഔട്ട്പുട്ട് ചെയ്യുന്നത്. 0 മീൻസ് അത് ഫേക്ക്, 1 മീൻസ് അത് റിയൽ. ഇനി ഇത് അഡ്വേഴ്സറിയൽ ലേണിംഗ് ആണ്, ഗെയിം മോഡൽ ലേണിംഗ് ആണ്. ഡിസ്ക്രിമിനേറ്റർ കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്താൽ, റിയൽ ആൻഡ് ഫേക്ക് ഡേറ്റാസിനെ കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്താൽ അത് അതിൻ്റെ ജോബ് ബെറ്റർ ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് മീനിങ്. ഇപ്പോൾ ജനറേറ്റർ ഇതിനെ ഫൂൾ ചെയ്തു, ഡിസ്ക്രിമിനേറ്ററിനെ കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ജനറേറ്ററിനാണ് അതൊരു പ്ലസ്, ആൻഡ് ഡിസ്ക്രിമിനേറ്റർ റോങ് പ്രഡിക്ഷന് വേണ്ടിയിട്ട് അതിന് പെനാൽറ്റി കിട്ടും. ഈ ജനറേറ്റർ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ ടൈം ഡിസ്ക്രിമിനേറ്റർ മിസ്റ്റേക്ക് ചെയ്യുമ്പോഴും, ഫേക്ക് ഡേറ്റേനെ റിയൽ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോഴും ആ സക്സസ് ചെയ്യുന്ന ജനറേറ്റർ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. സോ കുറേ ഐറ്ററേഷൻസ് വെച്ച് അത് ലേൺ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ലേൺ ചെയ്ത് ഇംപ്രൂവ് ചെയ്യും. ഇനി ഡിസ്ക്രിമിനേറ്റർ എന്ന് പറയുമ്പോൾ ഡിസ്ക്രിമിനേറ്ററും കണ്ടിന്യൂസ്ലി ലേൺ ചെയ്തുകൊണ്ടിരിക്കും ഒരു ഡേറ്റേനെ എങ്ങനെ ഫേക്ക് ആൻഡ് റിയൽ ആയിട്ട് ക്ലാസിഫൈ ചെയ്യണമെന്ന്. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ മാറി മാറിയാണ് നടക്കുന്നത്. ഈ ട്രെയിനിങ് ഇങ്ങനെ പ്രോഗ്രസ് ആയിട്ടേ പോവും. അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം ഡിസ്ക്രിമിനേറ്ററിന് കറക്റ്റായിട്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല, ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇത് സ്റ്റോപ്പ് ആവും. അത്രേ ഉള്ളൂ ഈ GAN നെറ്റ്വർക്ക്. ഓക്കെ, ഇനി GAN ചാലഞ്ചസ് നോക്കാം. GAN ചാലഞ്ചസ് എന്ന് പറയുന്നത് മോഡ് കൊളാപ്സും നോൺ കൺവേർജൻസും ഇൻസ്റ്റബിലിറ്റി ആണ്. മോഡ് കൊളാപ്സ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ജനറേറ്റർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫേക്ക് ഇമേജിനെ ഡിസ്ക്രിമിനേറ്റർ റിയൽ എന്ന് ക്ലാസിഫൈ ചെയ്തു എന്ന് വയ്ക്കാം. അങ്ങനെ ഒരു 2-3 ടൈംസ് റിയൽ എന്ന് ക്ലാസിഫൈ ചെയ്താൽ ഈ ജനറേറ്റർ എഗെയിൻ ആൻഡ് എഗെയിൻ സെയിം ടൈപ്പ് ഓഫ് ഡേറ്റ വെച്ച് തന്നെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ബിക്കോസ് ഒരു 3 ടൈംസ് അതിന് സക്സസ് കിട്ടിയാൽ അത് വെച്ച് തന്നെ ട്രെയിനായി അത് തന്നെ വീണ്ടും വീണ്ടും യൂസ് ചെയ്തുകൊണ്ടിരിക്കും, വേറെ കൂടുതൽ ഡേറ്റാസ് ഒന്നും എടുക്കത്തില്ല. അതാണ് മോഡ് കൊളാപ്സ്. ഇപ്പോൾ കുറച്ച് ടൈം ഡിസ്ക്രിമിനേറ്റർ അത് ഫേക്ക് ഡേറ്റയാണ് റിയൽ ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ജനറേറ്റർ ആ ടൈപ്പ് ഓഫ് ഡേറ്റ വെച്ച് തന്നെ വീണ്ടും വീണ്ടും പുതിയ ഡേറ്റാസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ ആ മോഡിൽ തന്നെ ഫുള്ള് കൊളാപ്സ് ആയി പോകും. ഇനിയുള്ളത് നോൺ കൺവേർജൻസ് ആണ്. നോൺ കൺവേർജൻസ് എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് ഓഫ് ടൈം വരുമ്പോൾ ജനറേറ്റർ കൂടുതൽ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ടൈം വരുമ്പോൾ ഡിസ്ക്രിമിനേറ്ററിൻ്റെ പെർഫോമൻസ് വേഴ്സർ ആവും. അതിന് ഏതാണ് ഫേക്ക് ഏതാണ് റിയൽ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനേ പറ്റാതെ ആ ഒരു സിറ്റുവേഷനിൽ വരും. ഈ ഒരു പ്രോഗ്രഷൻ ആണ് കൺവേർജൻസ് പ്രോബ്ലത്തിൻ്റെ ഇതായിട്ട് വരുന്നത്. ദിസ് പ്രോഗ്രഷൻ പോസസ് എ പ്രോബ്ലം ഫോർ കൺവേർജൻസ് ഓഫ് എ GAN ആസ് എ ഹോൾ. കുറച്ച് ടൈം ആകുമ്പോൾ ഡിസ്ക്രിമിനേറ്ററിൻ്റെ ഫീഡ്ബാക്ക് ലെസ് മീനിങ് ഫുൾ ആവും. ഇതിൽ ലോസ് ഫംഗ്ഷനും ക്രോസ് എൻട്രോപ്പി ഉണ്ട്. ആ 2 ടോപ്പിക്ക് ഞാൻ ഇപ്പോൾ സ്കിപ്പ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ടുള്ള മിനിമാക്സ് ലോസ് അത് ഓൾറെഡി പറഞ്ഞു, ജനറേറ്ററിനും ഡിസ്ക്രിമിനേറ്ററിനുള്ളത്. ലാസ്റ്റ് വാസർസ്റ്റീൻസ് ലോസ് ആണ്, അത് മാത്രം നോക്കാം. ഈ വാസർസ്റ്റീൻസ് ലോസ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എ മോഡിഫിക്കേഷൻ ഓഫ് GAN സ്കീം. ഇത് GANൻ്റെ മോഡിഫൈഡ് വേർഷൻ്റെ ഒരു ലോസ് ആണ്. ഇൻ വിച്ച് ദ ഡിസ്ക്രിമിനേറ്റർ ഡസ് നോട്ട് ആക്ച്വലി ക്ലാസിഫൈ ഇൻസ്റ്റൻസസ്. നമ്മൾ ഇതിന് മുന്നേ നോക്കിയ ആ ഒരു ഇതിൽ എന്തായിരുന്നു, ഡിസ്ക്രിമിനേറ്റർ റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് കണ്ടുപിടിക്കും. ഇതിനെ 2 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ബട്ട് ഈ ന്യൂ ഇതിൽ അങ്ങനെ ഇൻസ്റ്റൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യത്തില്ല. ഇൻസ്റ്റെഡ് ഓരോ ഇൻസ്റ്റൻസിനും ഔട്ട്പുട്ട് നമ്പർ ആയിരിക്കും. ഈ നമ്പർ 0 to 1 തന്നെ ആവണമെന്നില്ല. ഡിസ്ക്രിമിനേറ്റഡ് ട്രെയിനിങ് ജസ്റ്റ് ട്രൈസ് ടു മേക്ക് ദ ഔട്ട്പുട്ട് ബിഗർ. റിയൽ ഇൻസ്റ്റൻസ് ആണെങ്കിൽ ഔട്ട്പുട്ട് ബിഗർ ആയിരിക്കും, ഫേക്ക് ഇൻസ്റ്റൻസ് ആണെങ്കിൽ ഔട്ട്പുട്ട് സ്മോളർ ആയിരിക്കും. അങ്ങനെ ആയിരിക്കും ഇതിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ഇത് വെച്ചിട്ട് നമ്മൾ ഡിസ്ക്രിമിനേറ്ററിന് റിയലി ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല റിയൽ ആണോ ഫേക്ക് ആണോ എന്ന്. സോ ഇതിനെ നമ്മൾ ക്രിട്ടിക് എന്നും പറയും ഇൻസ്റ്റെഡ് ഓഫ് ഡിസ്ക്രിമിനേറ്റർ. ഇനി ഈ ക്രിട്ടിക്കിൻ്റെ ലോസ് ആണ് d(x - d(gx). ഇതാണെങ്കിൽ ഡിസ്ക്രിമിനേറ്റർ ഇതിനെ മാക്സിമൈസ് ചെയ്യും, ഈ ഒരു ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത്. ഇൻ അതർ വേർഡ്സ് ഇറ്റ് ട്രൈസ് ടു മാക്സിമൈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് ഔട്ട്പുട്ട് ഓൺ റിയൽ ഇൻസ്റ്റൻസ് ആൻഡ് ഔട്ട്പുട്ട് ഓൺ ഫേക്ക് ഇൻസ്റ്റൻസ്. റിയൽ ഔട്ട്പുട്ടിനും ഫേക്ക് ഔട്ട്പുട്ടിനുള്ള ഡിഫറൻസിനെ മാക്സിമൈസ് ചെയ്യാൻ നോക്കും. അതാണ് ക്രിട്ടിക് ലോസ്. ഇനി ജനറേറ്റർ ലോസ് ഉണ്ട് d(g(z). നമ്മൾ ഇതിന് മുന്നേ നോക്കിയതിൽ മിനിമാക്സിൽ ഒന്ന് മിനിമൈസ് ചെയ്യാൻ നോക്കും, വേറെ ഒന്ന് മാക്സിമൈസ് ചെയ്യാൻ നോക്കും. ബട്ട് ഇതിൽ ഡിസ്ക്രിമിനേറ്റർ ആൻഡ് ജനറേറ്റർ രണ്ടും തന്നെ അതിൻ്റെ ഫംഗ്ഷൻസിനെ മാക്സിമൈസ് ചെയ്യാനാണ് നോക്കുന്നത്. ക്രിട്ടിക് ലോസസ് d(x - d(gz), ജനറേറ്റർ ലോസസ് d(g(z). ഇതിൽ d(x) എന്ന് പറയുന്നത് ആ ഡിസ്ക്രിമിനേറ്ററിൻ്റെ ഔട്ട്പുട്ടാണ് ഫോർ റിയൽ ഇൻസ്റ്റൻസ്. g(z) എന്ന് പറയുമ്പോൾ ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട്. d(g(z) എന്ന് പറയുമ്പോൾ ഡിസ്ക്രിമിനേറ്ററിൻ്റെ ഔട്ട്പുട്ടാണ്, ഫേക്ക് ഇൻസ്റ്റൻസിൻ്റെ ഔട്ട്പുട്ടാണ്. ഡിസ്ക്രിമിനേറ്ററിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും 0
to 1 വരെ വേണം അങ്ങനെയൊന്നുമില്ല. ബിക്കോസ് ഇത് നമ്പേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. റിയൽ സാമ്പിൾസ് ആണെങ്കിൽ ലാർജർ നമ്പർ യൂസ് ചെയ്യാം, ഫേക്ക് സാമ്പിൾസ് ആണെങ്കിൽ ലെസർ നമ്പേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഈ വാസർസ്റ്റീൻ ഗ്യാൻസിന് ബെനിഫിറ്റ് ആണ്, ഇത് ലെസ് വൾനറബിൾ ആണ്. ഇത് ഒരു ടൈമിൽ സ്റ്റക്കായി പോകത്തില്ല. ലൈക്ക് മിനിമാക്സ് ബേസ്ഡ് ഗ്യാന് ഒരു ടൈം വരുമ്പോൾ സ്റ്റക്കായി പോകും. സോ ആ പ്രോബ്ലം നമ്മൾ ഈ ഒരു ഇതിൽ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ 5th മോഡ്യൂൾ. ഇതിൽ ഓൾമോസ്റ്റ് ടോപ്പിക്സ് എല്ലാം കവറായി. ഇതിൽ സ്കിപ്പ് ചെയ്തേക്കുന്നത് ക്രോസ് എൻട്രോപ്പി ആൻഡ് ലോസ് ഫങ്ഷൻസ് ആണ്. അത് നിങ്ങൾക്ക് നെറ്റിലൊക്കെ റെഫർ ചെയ്യാം. താങ്ക് യു.